നമസ്കാരം, വീഗ്രീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോളത്തിൻ്റെ കൃഷിയായിട്ടാണ്. ഇത് സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ചോളത്തു നിന്നാണ് ഞാനിതിൻ്റെ വിത്ത് എടുത്തത്. നല്ല മൂത്ത ഒരു ചോളം നോക്കിയിട്ട് മേടിച്ചിട്ട് അതിൻ്റെ നടുഭാഗത്തു നിന്നുള്ള വിത്ത് നല്ലപോലെ ഉണക്കിയെടുത്തു. അതിനുശേഷം ഒരു 10-15 വിത്ത് നന്നായി ഉണക്കിയെടുത്തത് ഒരു 5-6 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷമാണ് ഞാൻ നമ്മുടെ സീഡ് ട്രേയിൽ പാകിയിട്ടാണ് മുളപ്പിച്ചത്. സീഡ് ട്രേയിൽ പാകി കഴിഞ്ഞാൽ നമുക്കൊരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിലൊക്കെ മുള വരും. എന്നതിന് ശേഷം നമുക്കിത് പറിച്ച് നടാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല രീതിയിലുള്ള വളക്കൂറുള്ള മണ്ണും അതുപോലെ നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വളരുള്ളൂ. കാരണം ഇതിന് നല്ല പോലെ വേരോട്ടമുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഈ സീഡ് ട്രേയിൽ നിന്ന് നമ്മളൊരു 5-6 ദിവസം കൊണ്ട് തന്നെ മുളച്ചു പൊന്തും. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പ്രായമായിട്ടുള്ള 2 ആഴ്ച പ്രായമായി കഴിഞ്ഞിട്ടുള്ള ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 അടി വ്യത്യാസത്തിൽ നമുക്ക് നട്ടുപോകാം. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത അടുപ്പിച്ച് നടാമെന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തത് കണ്ടില്ലേ, ഈ നമ്മുടെ കതിരൊക്കെ കാണുന്നത് പോലെ അതാണ് മെയിൽ ഫ്ലവർ. അപ്പോൾ അതിൽ നിന്നുള്ള പൂവ് താഴേക്കുള്ള ഓരോ ലീഫിൻ്റെയും ഇടയിൽ ഓരോ ഇലയുടെയും നോടുകളിലൊക്കെ ഇതേപോലെ പെൺപൂവ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് പരാഗണം സംഭവിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ചോളം ഉണ്ടാകുന്നത്. ആദ്യം ഇത് നമുക്ക് പച്ച കളറിൽ ഈ ചോളത്തിൻ്റെ ചെടികൾ ഈ ഓരോ ഇലകളുടെ ഇടയിൽ വരുന്നത് നല്ല പച്ച കളറിൽ നമ്മുടെ ഈ മുടിയുടെ ഇതുപോലെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഇതിൽ നിന്നാണ് ചോളം ഉണ്ടാകുന്നത്. അതിനുശേഷം നമുക്ക് മൂത്ത് കഴിയുമ്പോൾ അത് കണ്ടില്ലേ, ഇതിൻ്റെ കളർ ഇങ്ങനെ ഒരു ബ്രൗൺ കളറോ അങ്ങനെയൊക്കെ ആയി മാറും. പിന്നെ നല്ല ചോളമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, നന്നായി ബൾജ് ചെയ്തിട്ട് അതിൻ്റെ നല്ല വണ്ണത്തിലായിരിക്കും ആ ചോളം ഉണ്ടാവുക. ചിലത് കേടായിരിക്കും, അതാണെന്നുണ്ടെങ്കിൽ ബ്രൗൺ കളറാവും, പക്ഷെ അത് മൂത്തിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കേടുവന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഒരു ചോളത്തിൽ നിന്ന് തന്നെ മാക്സിമം ഒരു 6 എണ്ണം വരെയൊക്കെ, ഒരു ചെടിയിൽ നിന്നൊരു 6 എണ്ണം വരെയൊക്കെ നമുക്ക് വിളവ് കിട്ടുന്നുണ്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, വലിയ വളമോ അല്ലെങ്കിൽ വലിയൊരു പരിചരണം ആവശ്യമില്ല. നല്ലപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നടേണ്ടത്. അതുപോലെ നല്ലപോലെ വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്ഥലത്തും വെള്ളം കെട്ടി നിൽക്കാത്തൊരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ വരും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് നല്ലപോലെ വേര് പിടുത്തമുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ താഴെ നോക്കി അറിയാം, ഇത് നമ്മൾ എപ്പോഴും നട്ട് കഴിഞ്ഞാലും അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് അതിൻ്റെ വേര് വരും. അപ്പോൾ നമ്മൾ കുറേശ്ശെ മണ്ണോ വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വളർന്ന് പൊന്തുകയും ചെയ്യും. പിന്നെ വലിയ ചിലവില്ലാതെ ഇതിൻ്റെ വിത്ത് ലഭിക്കാനും കിട്ടും. കാരണം നമുക്കിപ്പോൾ ഈ കാലിത്തീറ്റകളൊക്കെ വിൽക്കുന്ന കടയിലാണെങ്കിൽ നമുക്ക് ചോളം പോയി മേടിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 വിത്ത് നമുക്ക് വെറുതെ കിട്ടാനും വലിയ പാടൊന്നുമില്ല. അതും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ വിത്തുകൾ വിൽക്കുന്ന കടയിൽ നിന്നൊക്കെ നമുക്കിതിൻ്റെ വിത്ത് മേടിക്കാം. സ്വീറ്റ് കോൺ, ബേബി കോൺ, അങ്ങനെ പല ടൈപ്പിലുള്ള ചോളത്തിൻ്റെ വിത്തുകൾ കിട്ടും. പിന്നെ പല കളറിലുള്ള ഇപ്പോൾ ചോളങ്ങളുടെ വിത്തുകളും കിട്ടാനുണ്ട്. അപ്പോൾ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയതാണ്. പക്ഷേ നല്ല റിസൾട്ട് കിട്ടുന്നുമുണ്ട്. നല്ല വെയിൽ വേണം, അതേപോലെ 2 നേരം നനയ്ക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നല്ലൊരു റിസൾട്ട്. അതേപോലെ സ്ഥലപരിമിതിയുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിലും ഇത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിലും ഒരു ഗ്രോ ബാഗിൽ ഒരു ചെടി എന്നുള്ളൊരു നിലയ്ക്കൊക്കെയാണ് ഇത് വെച്ച് പിടിപ്പിക്കാം. പിന്നെ അടുപ്പിച്ച് നമുക്ക് വെച്ച് പിടിപ്പിക്കാം. അതായത് അടുപ്പിച്ച് ഗ്രോ ബാഗുകൾ വെച്ചാലും നമുക്ക് ബുദ്ധിമുട്ടില്ല. അതായത് നമ്മൾ ബാക്കിയുള്ള ചെടികൾ പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കണമെന്നൊന്നുമില്ല. അടുപ്പിച്ച് നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിലും വെക്കാൻ പറ്റും. പക്ഷേ ഒരു ഗ്രോ ബാഗിൽ ഒരെണ്ണമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നോക്കുക. അതുപോലെ ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ വളപ്രയോഗങ്ങളും വേണ്ടി വരും. ഇടയ്ക്ക് കുറച്ച് നമുക്ക് എന്തെങ്കിലും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ജൈവവളങ്ങളൊക്കെ ഒരു 10 ദിവസത്തിലൊരിക്കലൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഏത് കാലാവസ്ഥയിലും ഇത് കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നല്ലപോലെ വെയിൽ, അതായത് വേനൽക്കാലത്ത് വേണമെങ്കിലും കൃഷി ചെയ്യാം. നനച്ചു കൊടുക്കാനുള്ളൊരു സൗകര്യമുണ്ട്. വേനൽക്കാലത്ത് ചെയ്യാം, ഇനി മഴക്കാലത്തും ഇത് കൃഷി ചെയ്യാം. അങ്ങനെ സമയം നോക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാം. ഗ്രോ ബാഗിലാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീക്കി വയ്ക്കാം. ഒരുപാട് വെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നീക്കി വയ്ക്കാവുന്നതാണ്. അതേപോലെ വെയിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് വെയിലത്തേക്ക് വയ്ക്കാം. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഗ്രോ ബാഗിൽ ചെയ്യുകയാണെങ്കിലുണ്ട്. മണ്ണിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം നോക്കേണ്ട കാര്യമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ഇത് കൃഷി ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന നല്ലൊരു മൂത്ത ചോളത്തുനിന്ന് പോലും ഇതിൻ്റെ വിത്തുകളെടുത്ത് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് പോലും പ്രത്യേകിച്ച് കൂടുതൽ കാശ് ചിലവാക്കേണ്ട കാര്യമില്ല. നമ്മൾ കടയിൽ പോയി മൂത്ത ചോളമാണെന്നുണ്ടെങ്കിൽ വലിയ പൈസ കൊടുക്കാതെ തന്നെ വേണമെങ്കിൽ ഒരു ചോളമൊക്കെ കടയിൽ നിന്ന് വേണമെങ്കിലും കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്കിത് കൃഷി ചെയ്തെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് പാകമായി വരുമ്പോഴേക്കും തന്നെ പക്ഷികൾ ചിലപ്പോൾ തിന്നുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നല്ല രീതിയിൽ വിളവൊന്ന് പാകമായി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറിക്കാനൊന്നും കിട്ടിയെന്ന് വരില്ല. അതിന് മുന്നേ തന്നെ പക്ഷികളൊക്കെ തിന്നും. നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഏർലി ചക്കകളൊക്കെ പോലെയാണ്. അതിൻ്റെയൊക്കെ ഒരു മണം അടിച്ചു കഴിയുമ്പോൾ തന്നെ അണ്ണാനും ബാക്കിയുള്ള പക്ഷികളൊക്കെ അതിൻ്റെ പുറത്തെ തൊലിയിൽ വന്ന് മാന്തിയിട്ടും. അതേപോലെ തന്നെയാണ് ഇതൊന്ന് വിളവൊന്ന് മൂത്ത് വരുമ്പോഴേക്കും പാകമായി നമുക്ക് വലിക്കാറായി വരുമ്പോഴേക്കും ചിലപ്പോൾ പക്ഷികളൊക്കെ തിന്നാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. നമുക്ക് ഈ വിളവ് മനസ്സിലാവുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഈ മുകളിലത്തെ മുടി പോലുള്ളതുണ്ടല്ലോ, അത് മുഴുവൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് വലിക്കാൻ പാകമാകും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് തിരിച്ചറിയാവുന്നത്.
ഈ കാണുന്ന ചെടി ഒരു 2 മാസത്തിന് മുകളിൽ പ്രായമായിട്ടുള്ള ചെടിയാണ് കേട്ടോ. ഇത് ഒരു 3 മാസത്തിനുള്ളിലൊക്കെ നമുക്ക് ഫുൾ വിളവെടുക്കാൻ പറ്റും. ഒരു 6 അടി 7 അടി ഹൈറ്റ് വരേക്കൊക്കെ പോകുന്നതാണ് കേട്ടോ ചെടി. ഇതിലൊരു 6 ചോളം വരെയൊക്കെ നമുക്ക് 6 7 ചോളം വരെയൊക്കെ മാക്സിമം നമുക്ക് ഈൽഡ് കിട്ടും. അപ്പോൾ ഇത് 2 മാസത്തിൻ്റെ അടുത്ത് 2 മാസം അത്രയൊക്കെ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വിളവ് കിട്ടുന്നത്. അതുപോലെ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ വളം ഒരു 10 ദിവസത്തിലൊരിക്കൽ അല്ലെ ആഴ്ചയിലൊരിക്കൽ എന്തെങ്കിലും കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ചാണകം കലക്കിയതോ, നമുക്ക് പുളിപ്പിച്ചെന്നെ ഒഴിക്കണമെന്നൊന്നുമില്ല. പച്ച ചാണകം കലക്കി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെടിക്ക് വലിയ കുഴപ്പമൊന്നും വരാറൊന്നുമില്ല. നമ്മൾ ജൈവ സ്ലറി ഒഴിക്കുന്നത് പോലെ തന്നെ പച്ചച്ചാണകം നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ആഴ്ചയിലൊരിക്കൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെടി കേടൊന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വളർച്ച കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതിന് കാര്യമായിട്ടുള്ള കീടരോഗങ്ങളുടെ ആക്രമണങ്ങളൊന്നുമില്ല. കീടബാധയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗസിൻ്റെ ആക്രമണങ്ങളോ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല കേട്ടോ. അങ്ങനെ നമുക്ക് വെറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പോൾ മുളക് ചെടി അല്ലെങ്കിൽ ബാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മുഞ്ഞ ശല്യം അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ കീടങ്ങളുടെ ആക്രമണം വളരെ കുറവാണ്. നമുക്ക് വേറെ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് കീടം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പ്രേ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. കീടനാശിനികളൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കീടബാധയും വളരെ കുറവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ചോളത്തിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.